പ്രണയം ലവ് അല്ല, ആക്ച്വലി ആൽബിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമുക്ക് ഇടികൂടാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ആളാണല്ലോ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണത്. ഒന്നുകൊണ്ടും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു ബോണ്ടാണ്. ഞങ്ങൾ മിണ്ടാതിരുന്നാൽ പോലും ഒരു 5 മിനിറ്റ് കൂടുതൽ മിണ്ടാതിരിക്കാറില്ല സാധാരണ, പെട്ടെന്ന് തന്നെ കൂട്ടാകും. അപ്പോൾ അങ്ങനെ ഒന്നിനും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു ബോണ്ടായതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ഇങ്ങനെ അവസാനം ഇങ്ങനെ ഒരു എൻഡിലേക്ക് എത്തിയത്. രജിസ്റ്റർ മാരേജ് ഞങ്ങൾക്ക് പിന്നെ ഇന്റർകാസ്റ്റ് ആയതുകൊണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല, രജിസ്റ്റർ മാരേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് അവരും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു പ്രോഗ്രാം വേണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രജിസ്റ്റർ മാരേജ് പെട്ടെന്ന് നടത്താം, എന്നിട്ട് ഇവർക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പാകത്തിനൊരു ചെറിയ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയത്. ആദ്യം കുറച്ച് നേരം മഴ പെയ്തിങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ എല്ലാവരും കൂടി വന്നു കഴിഞ്ഞപ്പോൾ അതൊരു അടിപൊളി സംഭവമായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള സ്റ്റാർട്ടായിരുന്നു ഹൽദി. നല്ലതാണ് എനിക്കാണ്. ഇതൊക്കെ റെക്കോർഡ് അറിയാലോ അല്ലേ? പിന്നെ ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ് ഹൽദിയുടെ ഒരു പ്ലസ് പോയിന്റ്. ഞങ്ങളുടെ പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു. ആക്ച്വലി കല്യാണം എന്നുള്ളതിനേക്കാളും ഉപരി ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും വരുന്ന ഒരു വലിയ ഗ്യാതറിങ്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ടെൻഷനില്ലാതെ ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ഒരു കല്യാണം കൂടുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പം അത് വിചാരിച്ചതിലും ഭംഗിയായിട്ട് നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും കൂടി വന്നു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൊറിയോഗ്രാഫിയൊക്കെ ആണെങ്കിലും അത് ആൽബിൻ്റെ സിസ്റ്ററാണ് കൂടുതലും നമ്മളെ ഹെൽപ്പ് ചെയ്തത്. കുഞ്ഞാവ ഞങ്ങളെ തല്ലിപ്പഠിപ്പിക്കായിരുന്നു എന്ന് വേണം പറയാൻ. വൈകിട്ടത്തെ റിസപ്ഷൻ ഫാമിലി എല്ലാവരും പങ്കെടുത്ത് ഒരു ചെറിയൊരു പബ്ലിക് ഫംഗ്ഷൻ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു ടെൻഷനില്ലാതെ ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ ഒരു കല്യാണം കൂടുക എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പം അത് വിചാരിച്ചതിലും ഭംഗിയായിട്ട് നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിഞ്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. നമ്മൾ വിളിച്ചില്ലെങ്കിലും വരുമെന്ന് വിചാരിക്കുന്നത് അത് തന്നെയാണ് ചിഞ്ചു. അവളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി അത് തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഗോ ടു പേഴ്സണാണ്. കെയറിങ് ആണ്, ലവിങ് ആണ്, പിന്നെ നമ്മളെ കേൾക്കാനുള്ള ഒരു ക്ഷമയുണ്ട്, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. എൻ്റെ ലാസ്റ്റ് 15 ഇയേഴ്സ് ഞാൻ ഓരോ സമയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഡൗൺ ടൈമിലും അതും കൂടെ ഉണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും, അതായത് ഏത് ടൈമിലുള്ള എൻ്റെ ഗോ ടു പേഴ്സൺ ആണ് ആൽബിൻ.